Hello students, hope that you have an understanding about Riemann integrals. And like Cauchy criteria in sequences, we have Cauchy criteria in Riemann integrals too. Riemann integral പറയുമ്പോൾ നമ്മൾ SFPയുടെ ഒരു ലിമിറ്റ് L ആണ്. സീക്വൻസ് പറയുമ്പോൾ സീക്വൻസിൻ്റെ ലിമിറ്റ് xn മൈനസ് L എന്ന് പറയുന്ന പോലെ തന്നെ SFP ആണ് xnൻ്റെ സ്ഥാനത്ത് എന്ന് വിചാരിച്ച് ഞാൻ കമ്പാരിസൺ പറഞ്ഞതേ ഉള്ളൂ, നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കോഷി ക്രൈറ്റീരിയ സീക്വൻസസിന് മാത്രമല്ല, കോഷി ക്രൈറ്റീരിയ റീമാൻ ഇൻ്റഗ്രൽസിനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക. We see the statement of Cauchy criteria for Riemann integrals. Given a function f from ab to r, then s belongs to Rab, it is Riemann integrable if and only if for all epsilon greater than 0, there exists eta epsilon greater than 0 such that if P and Q are tagged partitions on AB with norm B less than eta epsilon and norm Q less than eta epsilon, then SFP minus SFQ less than epsilon. നമുക്ക് സീക്വൻസസിനും സീരീസിനും ഒക്കെ കോഷി ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. സീക്വൻസ് സെക്ഷൻ കോഷിയാണ് എന്ന് പറയുന്നതായിട്ട് ഇതിനൊന്ന് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. സീക്വൻസ് എക്സൻ കോഷിയാന്ന് പറയുമ്പോൾ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, അവിടെ നമ്മൾ അവസാനം എഴുതുന്ന xn മൈനസ് xm അല്ലെ xm മൈനസ് xn ഒക്കെയാണ്. അപ്പോൾ എന്നുമായിട്ടാണ് ബന്ധം. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists a stage k such that for all n mn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആവും. അപ്പോൾ ഇവിടെ ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, നമ്മളുടെ സ്റ്റേജിൽ ഇങ്ങനത്തെ നമ്പർ അല്ല, ഈ പാർട്ടീഷൻസിന്റെ നോമാണ് നമ്മുടെ നമ്പർ. അപ്പോൾ റീമാൻ ഇന്റഗ്രലിന്റെ ഡെഫിനിഷനിലും അങ്ങനെയാണ് നോക്കുക. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0, there exists a delta epsilon such that for all partitions with a norm less than that delta epsilon, SFP minus L റീമാൻ ഇന്റഗ്രലിന്റെ വാല്യൂ ആണ് SFP minus L less than epsilon. അപ്പോൾ അതുപോലെ mn greater than or equal to k പറയുന്ന പോലെ for all partitions P and Q with a norm less than eta epsilon, that is given epsilon greater than 0, instead of a particular stage there exists a particular number such that norms of two partitions less than that particular number means difference between x and mm പോലെ x and xm പോലെ difference between SFP ആണ് Riemann sums for different partitions with a norm less than eta epsilon, modulus of SFP minus SFQ less than epsilon. അങ്ങനെ പഴയതുമായിട്ട് കമ്പയർ ചെയ്ത് സ്റ്റേജ് കെക്ക് പകരം eta epsilon എന്ന് പറയുന്ന നമ്പർ, mn greater than or equal to k എന്ന് പറയുന്നതിന് പകരം norms of that partitions less than that particular number eta epsilon എന്നുള്ളത് ഓർക്കുക. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ xnനും xmനും പകരമായിട്ട് SFPയും അതുപോലെ വേറെ ഒരെണ്ണം SFQവും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ടിന്റെ പ്രൂഫിലേക്ക് പോകാം. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താ, എഫ് റീമാൻ ഇന്റഗ്രബിൾ ആണ്, എഫ് എലമെന്റ് ഓഫ് RAB. എഫ് എലമെന്റ് ഓഫ് RAB എന്നുള്ളതിന്റെ ഇംപ്ലിക്കേഷൻ എന്താ, given any epsilon greater than 0, there exists a delta epsilon such that for all partitions with norm P less than delta epsilon, modulus of SFP, ഏതൊക്കെ പാർട്ടീഷൻ നോം ഇതിൽ താഴെയാണോ മോഡുലസ് ഓഫ് SFP മൈനസ് L ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളതാണ്. റീമാൻ സം ഉണ്ട്, അത് എല്ലാണെങ്കിൽ എല്ലിലേക്ക് ടെൻഡ് ചെയ്യുന്നെങ്കിൽ ഇങ്ങനെയാണ് നമ്മളുടെ എഫ് എലമെന്റ് ഓഫ് RABയുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇങ്ങനെ ഏത് എപ്സിലോൺ തന്നാലും ഇങ്ങനത്തെ ഡെൽറ്റ എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ epsilon/2 തന്നാലും എപ്സിലോൺ ഒരു epsilon/2 തന്നാലും ഒരു ഡെൽറ്റ എപ്സിലോൺ കണ്ടുപിടിക്കാം. ഡെൽറ്റ epsilon/2 എന്ന് എഴുതാം, നമ്മളിപ്പോൾ തൽക്കാലം അതിനെ ഡെൽറ്റ എപ്സിലോൺ എന്ന് തന്നെ എഴുതുകയാണ്. അന്നേരം എങ്ങനെയാണ് SFP മൈനസ് L ലെസ് ദാൻ epsilon/2, നോം ബി ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആണെങ്കിൽ, നോം ക്യൂ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ആണെങ്കിൽ നോം ക്യൂവും ഡെൽറ്റ എപ്സിലോണിൽ താഴെയാണെങ്കിൽ, ഡെൽറ്റ എപ്സിലോണിൽ താഴെയാണെങ്കിൽ മോഡുലസ് ഓഫ് ഏതൊക്കെ പാർട്ടീഷൻ്റെ നോം അതിൽ താഴെയാവുന്നു, മോഡുലസ് ഓഫ് SFQ മൈനസ് L ലെസ് ദാൻ epsilon/2 എന്നും നമുക്കുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഗിവൺ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമ്മളിങ്ങനെ ഇതവിടെ നിൽക്കട്ടെ, ഇത് എഫ് എലമെന്റ് ഓഫ് RABയുടെ ഇംപ്ലിക്കേഷനാണ്. ലെറ്റ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബി ഗിവൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡെൽറ്റ എപ്സിലോൺ ഉണ്ട്. ഡിഫൈൻ പുതിയൊരു നമ്പർ ഈറ്റ എപ്സിലോൺ ആണ് നമുക്ക് ആവശ്യമുള്ളത്. ഡിഫൈൻ ഈറ്റ എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ കറസ്പോണ്ടിങ് ആയിട്ട് അല്ലെ epsilon/2 ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ കിട്ടും. അങ്ങനെ കിട്ടുന്ന ആ നമ്പറിന്റെ പകുതി ഞാൻ എടുക്കുക. അതിന്റെ റെലവൻസ് എന്നാന്ന് ഇപ്പം മനസ്സിലാവും.
ഈറ്റ എപ്സിലോൺ ഡെൽറ്റ എപ്സിലോൺ ബൈ 2 ആണ്. ഡെൽറ്റ എപ്സിലോണ് താഴെയുള്ള നോമുള്ള പാർട്ടീഷൻസിനൊക്കെ ഇത് രണ്ടും ശരിയാണ്. ഈറ്റ എപ്സിലോൺ എന്ന് പറയുമ്പം നോം ബി നോം ക്യൂ ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ എന്ന് കിട്ടിയ ഈറ്റ എപ്സിലോണിന് താഴെയാണെങ്കിൽ ഈറ്റ എപ്സിലോണിന്റെ ഇരട്ടിയാണ് ഡെൽറ്റ എപ്സിലോൺ. ഈറ്റ എപ്സിലോൺ കിട്ടിയത് ഡെൽറ്റ എപ്സിലോണിന്റെ പകുതിയായിട്ടാണ്. അപ്പോൾ ഇത് ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ എന്നും ഈറ്റ എപ്സിലോൺ ഈക്വൽ ടു ഡെൽറ്റ എപ്സിലോൺ ഈക്വൽ ടു 2 ടൈംസ് ഈറ്റ എപ്സിലോൺ. ഈ ഉള്ളതിന്റെ ഇരട്ടി എഴുതിയേക്കുന്നത്. അപ്പോൾ പിന്നെ ഇത് വലുതാണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പോൾ നോം ക്യൂ ഡെൽറ്റ എപ്സിലോണിന് താഴെയാണെങ്കിൽ ഇതുണ്ട് മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നുണ്ട്. മോഡുലസ് ഓഫ് എസ് എഫ് ക്യൂ മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2 എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അധികം കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പറയണമെന്നില്ല. എഫ് ആർ എ ബിയിലാണെന്ന് അസ്യൂം ചെയ്യുക. ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a ഡെൽറ്റ എപ്സിലോൺ. ആ ഡെൽറ്റ എപ്സിലോണിന്റെ പകുതി ഈറ്റ എപ്സിലോൺ ആയിട്ട് ഡിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ മതി. ദെൻ നോം ക്യൂ ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ മീൻസ് ദേ ആർ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ. ഡെൽറ്റ എപ്സിലോണിന് താഴെയാണ് ഈ രണ്ട് ഇനിക്വാളിറ്റി ഉണ്ട്. മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എൽ ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വരുമ്പം എപ്സിലോൺ ബൈ 2 ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെ രണ്ടിനെ എഴുതുക. അതിന് കാരണം നമുക്ക് പിന്നീട് അത് രണ്ടുകൂടെ കൂട്ടി ഒരു എപ്സിലോണിൻ്റെ എത്തണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നോം ക്യൂ ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡെൽറ്റ എപ്സിലോണിലും താഴെയാണ്. അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക. നമുക്ക് എന്നാ പ്രൂവ് ചെയ്യേണ്ടത്? മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂവിനെ സംബന്ധിച്ചാണ്. നമുക്കതിനെ എഴുതി നോക്കാം. മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ എന്നുള്ളത് നമുക്ക് അത് വെച്ചിട്ടൊന്നും ചെയ്യത്തില്ല. നമുക്കിപ്പോൾ ഉള്ള കാര്യം വെച്ച് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഈ രണ്ട് റിസൾട്ടിൽ എല്ലിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എസ് എഫ് പി മൈനസ് എൽ അത് അതേ എക്സ്പ്രഷൻ തന്നെ ആയിരിക്കണം. അപ്പം അതിന് മാറ്റമൊന്നും വരാൻ പാടില്ല. അപ്പോൾ മൈനസ് എൽ പറഞ്ഞാൽ പ്ലസ് എല്ലും വേണം. മൈനസ് എസ് എഫ് ക്യൂ എന്ന് എഴുതാം. എസ് എഫ് ക്യൂ എന്ന് എഴുതാം. ഇത് മോഡുലസ് ആണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എൽ പ്ലസ് മോഡുലസ് ഓഫ് എൽ മൈനസ് എസ് എഫ് ക്യൂ. മോഡുലസ് ആയതുകൊണ്ട് അതിനെ തിരിച്ചു വിടാം. അത് പ്ലസ് എസ് എഫ് ക്യൂ മൈനസ് എൽ എന്ന് ഞാൻ എഴുതാം. എസ് എഫ് ക്യൂ മൈനസ് എൽ എന്ന് എഴുതാം. ബട്ട് മോഡുലസ് ഓഫ് എസ് എഫ് പി മൈനസ് എൽ ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. എസ് എഫ് ക്യൂ മൈനസ് എൽ സ്ട്രിക്ട്ലി ലെസ് ദാൻ എപ്സിലോൺ ബൈ 2. ഇവിടെ നമുക്ക് ഇവിടെ എപ്സിലോൺ വെച്ച് എഴുതാം. അന്നേരം പിന്നെ ഇത് അവസാനം എപ്സിലോൺ കിട്ടത്തില്ല. ആ ഒരു അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണ് നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വരുമ്പം എപ്സിലോൺ ബൈ 2-ന് ഈ രണ്ട് റിസൾട്ടുകൾ ഏത് നമ്പറിന് വേണമെങ്കിലും ശരിയാണ്. എപ്സിലോണിന് എപ്സിലോൺ ബൈ 2-നും ശരിയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാമെങ്കിൽ നമുക്ക് എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കിട്ടും. അല്ല പിന്നെ ഇവിടെ 2 എപ്സിലോൺ എന്ന് പറയണം. അതാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏത് നമ്പർ വന്നാലും അതിനേക്കാളും ചെറുതായിട്ട് രണ്ട് പാർട്ടീഷ്യൻസിൻ്റെ നോം ഈറ്റ എപ്സിലോണിൽ താഴെയാണെങ്കിൽ അവർ ഡിഫൈൻ ചെയ്യുന്ന റീമാൻ സംസിൻ്റെ ഡിഫറൻസ് തന്നിരിക്കുന്ന നമ്പർ എപ്സിലോണിലും താഴെയാക്കി നമുക്ക് പറയാൻ സാധിക്കും. ദിസ് ഇസ് ദ പാർട്ട് 1 ഓഫ് ദ തിയറം. ഇതാണ് തിയറത്തിൻ്റെ പാർട്ട് 1. പാർട്ട് 2-ലേക്ക് വരുമ്പം നമുക്ക് രണ്ട് പാർട്ടീഷ്യൻസിൻ്റെ നോം ഈറ്റ എപ്സിലോണിൽ താഴെയാണെങ്കിൽ എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ളത് തന്നിട്ടുണ്ട്. അതാണ് നമ്മുടെ അസംഷൻ. നമുക്ക് എഫ് റീമാൻ ഇൻറ്റഗ്രബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂഫിലേക്ക് വരാം. പാർട്ട് 2-ൽ നമ്മുടെ അസംഷൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതാണ്. ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വിത്ത് 2 പാർട്ടീഷ്യൻസ് നോം ലെസ് ദാൻ ഈറ്റ എപ്സിലോൺ എസ് എഫ് പി മൈനസ് എസ് എഫ് ക്യൂ ലെസ് ദാൻ എപ്സിലോൺ. ഇപ്പോൾ 0-യേക്കാൾ വലിയ ഏതെങ്കിലും ഒരു പോസിറ്റീവ് നമ്പർ ആയാൽ മതി ഈ റിസൾട്ട് ഉണ്ട് എന്നാണ് നമ്മൾ പറയുക. നോ കൺസിഡർ നാച്ചുറൽ നമ്പേഴ്സ് ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n. നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അതാകുമ്പോൾ ഒത്തിരി വലുതായിരിക്കും. നമ്മൾ 100 1000 എന്നൊക്കെ എടുക്കാം. നമുക്ക് ഈ ഡിഫറൻസ് ചെറുതാക്കൂല്ലേ വേണ്ടത്. അതുകൊണ്ട് n എലമെൻറ്റ് ഓഫ് n 1/n എന്നുള്ള നമ്പറാണ് എടുക്കുന്നത്. അപ്പോൾ n എത്ര വലുതായാലും 1/n ഗ്രേറ്റർ ദാൻ 0. ഫോർ ഓൾ എപ്സിലോൺ എപ്സിലോണിൻ്റെ പൊസിഷനിലാണ് ഇപ്പോൾ 1/n. അപ്പോൾ എപ്സിലോൺ ഈക്വൽ ടു 1/n എന്ന് കൊടുത്താൽ നമുക്കിപ്പോൾ ഈ റിസൾട്ട് ശരിയാവും. ഫോർ ഓൾ പാർട്ടീഷ്യൻസ് വിത്ത് നോം ഫോർ ഓൾ n എലമെൻറ്റ് ഓഫ് n ഓർ 1/n ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞേക്കുമ്പോൾ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടെന്ന്. അപ്പോൾ 1/n-ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന നമ്പറിനെ നമുക്ക് എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലോൺ എന്ന് വിളിക്കുന്നത് പോലെ ഡെൽറ്റ 1/n എന്നാണ് വിളിക്കേണ്ടത്. നമ്മളങ്ങനെ വിളിക്കുന്നില്ല. ഡെൽറ്റ 1/n എന്നുള്ളതിന് പകരം ഡെൽറ്റ n എന്ന് വിളിക്കുകയാണ്. വേറെ എക്സസ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു നമ്പർ ഉണ്ട്. അതിന് എന്നുമായിട്ടാണ് ബന്ധം. 1/n എന്നുമായിട്ടാണ് ബന്ധം. അതുകൊണ്ട് വേറെ എക്സസ് ഡെൽറ്റ n ഈറ്റ എപ്സിലോൺ പറഞ്ഞതുപോലെ 1/n കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാർട്ട് തരുന്ന നമ്പറിനെ ഞാൻ ഡെൽറ്റ n എന്ന് വിളിക്കുകയാണ്. വേറെ എക്സസ് ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ
0 such that ഇത് ഈ പാർട്ട് അപ്ലൈ ചെയ്യുവാണ് such that എന്നാ for all partitions with norm P norm Q less than eta epsilon പോലെ less than delta n എന്നാണെങ്കിൽ that implies modulus of S of P modulus of S of P minus S of Q less than epsilon എത്രയാ ഇവിടെ 1/n ഇത് 1/n താഴെയാക്കുന്നത് പോലെ നമുക്ക് നമ്പർ കണ്ടുപിടിക്കാം. ദിസ് ഈസ് റിലേഷൻ നമ്പർ 1. ഇനി 1/n ഉം 1/n+1 തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്കറിയാം. 1/n ഉം 1/n+1 n+1 എന്ന് പറഞ്ഞാൽ എന്നേക്കാളും ഒന്നുകൂടെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പം ഇത് വലിയ നമ്പർ കൊണ്ട് ഡിവിഷൻ നടന്നത് ഗ്രേറ്റർ ദാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും. 1/n സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 1/n+1. അപ്പോൾ ഈ നമ്പർ എപ്സിലോൺ എന്ന് പറയുന്നത് ചെറുതാകുമ്പം നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നോം ഡിഫൈൻ ചെയ്യുന്ന നമ്പറും ചെറുതാകണം. അപ്പോൾ ഈ റിലേഷൻ അനുസരിച്ച് ഡെൽറ്റ എന്നും ഡെൽറ്റ n+1 തമ്മിലുള്ള ബന്ധം എന്തായിരിക്കും? ഡെൽറ്റ n 1/n കറസ്പോണ്ടിങ് ആയിട്ട് ഡിഫൈൻ ചെയ്തതാണ് ഡെൽറ്റ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ n+1 എന്ന് നമുക്ക് അറിയാം ഫോർ ഓൾ n എലമെന്റ് ഓഫ് n. ഇനി ഇത് നമുക്ക് ഏത് നമ്പറിന് വേണമെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാം. എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? m ഉം n നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ m ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് ഇവിടെ എന്നാ n+1 ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് ഡെൽറ്റ n+1 ഈസ് ലെസ് ദാൻ ഡെൽറ്റ n എന്ന. m ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് ഡെൽറ്റ n m ഗ്രേറ്റർ ദാൻ n ചെറിയ നമ്പറിൻ്റെ ഡെൽറ്റ ഇപ്പോൾ വലുതായിരിക്കുന്നത് 1/n n-ഉം n+1 ആലോചിച്ചപ്പം ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഡെൽറ്റ n+1 m-ഉം n-ഉം ആലോചിക്കുമ്പോൾ ഡെൽറ്റ n 1/m-ഉം 1/n-ഉം വരുമ്പോൾ നമ്പേഴ്സിൻ്റെ റിലേഷൻ തിരിഞ്ഞു പോകും. ഡെൽറ്റ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ഗ്രേറ്റർ ദാൻ n ഇംപ്ലൈസ് ഡെൽറ്റ n ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ m എന്ന് നമുക്ക് എഴുതേണ്ടി വരും. ആ റെസിപ്രോക്കൽ റിലേഷനും കൂടെ നിങ്ങൾ ഓർത്തോണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ n-ഉം n+1 തമ്മിലുള്ളത് കൂടുതൽ അങ്ങ് ഉപയോഗിച്ച് പോകാം. ഗ്രേറ്റർ ദാൻ 1/n+1 ഗ്രേറ്റർ ദാൻ 1/n+2 എക്സെട്ര ഗ്രേറ്റർ ദാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത 1/n ഗ്രേറ്റർ ദാൻ 1/n+1 ഗ്രേറ്റർ ദാൻ 1/n+2 ഗ്രേറ്റർ ദാൻ എക്സെട്ര ഗ്രേറ്റർ ദാൻ 1/m. അങ്ങനെ എഴുതുമ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ n ഉണ്ട്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ m ഉണ്ട്. ഡെൽറ്റ n+1 ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ n+1 വന്നതുപോലെ ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ഡെൽറ്റ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു m ഗ്രേറ്റർ ദാൻ n. n+1 greater than n implies delta n greater than or equal to delta n+1. Similarly, m greater than n implies n+1 greater than 1/n 1 greater than 1/n+1 എന്നുള്ളതല്ല. n+1 greater than n implies delta n greater than delta n+1. m greater than n-ൽ അത് എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയാണ് വേണ്ടത്. m greater than n implies delta n greater than delta greater than or equal to delta m. അപ്പോൾ m ഗ്രേറ്റർ ദാൻ n എന്നുള്ള അസംഷനിൽ നമ്മൾ രണ്ട് പാർട്ടീഷൻസ് പി എന്നും പി എമ്മും പി എൻ 1/n എന്നുള്ള നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും പി എം 1/m എന്നുള്ള നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടും സെലക്ട് ചെയ്യുന്ന പാർട്ടീഷൻസ് ആണ്. എന്നിട്ട് നമ്മൾ ഇത് എഴുതാൻ പോവുക. എസ് എഫ് പി എൻ ആൻഡ് എസ് എഫ് പി എം 1/n എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് പാർട്ടീഷൻസിൻ്റെ നോം ലെസ് ദാൻ ഡെൽറ്റ എപ്സിലോൺ ഡെൽറ്റ n 1/n കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ n 1/m-ന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ m താഴെ പാർട്ടീഷൻസ് നോമുള്ള പാർട്ടീഷൻസ് അതാണ് നമ്മൾ പി എന്നും പി എമ്മും കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചാൽ എന്താ എപ്സിലോൺ ലെസ് ദാൻ ദാറ്റ് എപ്സിലോൺ 1/n-ഉം 1/m-ഉം ആണ് എപ്സിലോണിൻ്റെ പൊസിഷനിൽ വരാവുന്നത്. ഇതിൽ m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ 1/m ഈസ് ലെസ് ദാൻ 1/n. അപ്പോൾ ഇതിൽ എന്താണേലും ഓട്ടോമാറ്റിക്കായിട്ട് ലെസ് ദാൻ 1/m എന്ന് പറയും. എസ് എഫ് പി എന്നിൻ്റെ ആകുമ്പോൾ ലെസ് ദാൻ 1/n, എസ് എഫ് പി എമ്മിൻ്റെ ആകുമ്പോൾ ലെസ് ദാൻ 1/m. ഇത് അതിലെ വലിയ നമ്പറിനേക്കാളും എന്തായാലും ഇത് താഴെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ലെസ് ദാൻ 1/n 1/m അല്ല 1/n ലെസ് ദാൻ 1/n ഇതിലെ വലിയ നമ്പറായ 1/n-ൽ താഴെ എന്തായാലും ഈ ഡിഫറൻസ് വരും എന്ന് നമുക്ക് അറിയാം. ദിസ് ഇസ് റിലേഷൻ നമ്പർ 2.
അപ്പോൾ റിലേഷൻ